എങ്ങനെ ഇത് ചെയ്താലും എനിക്കൊരു 20-22 കിട്ടുന്നുണ്ട് മൈലേജ്. വിട്ടടിച്ച് നമുക്ക് കേടി പോവാം, അല്ലെങ്കിൽ വണ്ടി കുറച്ചും കൂടെ ഫ്രീ ആയി എനിക്ക് മാപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് വണ്ടി പാക്കറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ അടി ഇടിക്കും, പിന്നെ ഒട്ടും നമുക്ക് ഡെയിലി യൂസ് പറ്റാണ്ടാവും. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോഡിഫൈ വീൽസ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്റ്റേജ് 2 ട്യൂൺഡ് ടൈപ്പ് 3 സ്വിഫ്റ്റ് ആണ്. സോ നമുക്ക് ഈ ഒരു ടൈപ്പ് 3 സ്റ്റേജ് 2 ട്യൂൺഡ് സ്വിഫ്റ്റിന്റെ ഒരു വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇതിന്റെ ഓണർ ആയിട്ടുള്ള ഗോവിന്ദ് ബ്രോ എൻ്റെ കൂടെ നമുക്ക് പുള്ളിനെ വീട്ടിലേക്ക് വെൽക്കം ചെയ്യാം. ബ്രോ, യെസ്, ഹായ് ബ്രോ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം, കേട്ടിരിക്കണോ? ഓക്കെ. സോ ഗോവിന്ദ് ബ്രോ, അപ്പോൾ നമുക്ക് ഈ ഒരു സ്വിഫ്റ്റിന്റെ ഡീറ്റെയിൽസിലേക്ക് കടന്നാലോ? കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കുറച്ച് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാന്ന് വെച്ചാൽ കുറച്ച് പേഴ്സണൽ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ഗോവിന്ദ്, ഞാൻ ഇവിടെ പെരുമ്പാലാണ് സ്ഥലം. എന്നാണ് ഈ ഒരു സ്വിഫ്റ്റ് എടുത്തത്? ഞാൻ 2018 സ്വിഫ്റ്റ് എടുത്തത്. ഈ മോഡൽ ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ വണ്ടി പെരുമ്പാടത്ത് എടുത്ത ഞാനാണ്. ആദ്യം തന്നെ എടുത്തത്. എന്താണ് ഈ ഒരു സ്വിഫ്റ്റ് ചൂസ് ചെയ്തത്? സ്വിഫ്റ്റ് എനിക്ക് ഇച്ചിരി കൂടെയും എനിക്ക് ആഡ്സ് ഒക്കെ കണ്ട് ഇറങ്ങിയ സമയത്തുള്ള എൻ്റെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആഡ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നുകൂടെ സ്വിഫ്റ്റ് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ സ്വിഫ്റ്റിലേക്ക് പോയി. പിന്നെ എനിക്ക് ഇച്ചിരി കൂടെ മെയിൻറ്റെയിൻ ചെയ്യാനും യൂസർ ഫ്രണ്ട്ലി ആണ് സ്വിഫ്റ്റ്. അപ്പൊ ആദ്യത്തെ വണ്ടിയായിരുന്നു സ്വിഫ്റ്റിൽ തന്നെ. സ്വിഫ്റ്റ് എന്നൊരു വീക്ക്നെസ് ആയിരുന്നു. ഈ ഒരു ലുക്ക് കണ്ടപ്പോഴത്തേക്കും ശരിക്കും സ്വിഫ്റ്റിനോടുള്ള പ്രേമം മൂത്തു. അപ്പൊ സ്വിഫ്റ്റ് എടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് ഇതിപ്പോ ഒരു ഡീസൽ വാഹനമാണല്ലോ, ഈ ഒരു പെട്രോൾ വണ്ടി ഇപ്പൊ നമുക്കറിയാം കുറച്ചുകൂടി റിഫൈൻഡ് ആണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഡീസൽ സ്വിഫ്റ്റ് യൂസ് ചെയ്തത്? ആക്ച്വലി ഞാൻ ഡീസൽ എടുത്തതെന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യം ഓട്ടോ ഉണ്ടായിരുന്നു വണ്ടിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഡീസലാക്കി എടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വണ്ടി പണിയാന്നുള്ളൊരു ഇതിലേക്ക് വന്നു നിന്ന്. പിന്നെ ഡീസലിലാരും അധികം പണിതിട്ടില്ല. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഡീസലിൽ പണിത കുറച്ച് പേരുള്ളൂ. പേഴ്സണലായിട്ട് എനിക്ക് പറയുകയാണെങ്കിൽ ധനൂപ് അവിടേക്കാണ്, നേരത്തെ വീഡിയോയിൽ ധനൂപിക്കാണ് പണിതിട്ടുള്ളൂ, സ്വിഫ്റ്റ് ഡീസലിൽ പണിതിട്ടുള്ളത്. അപ്പോ ധനൂപേണ്ണ എല്ലാവരും നമുക്കൊരു ഇതായ കാരണം സ്വിഫ്റ്റ് എടുക്കുമ്പോൾ അല്ല ഈ ഒരു കാർ എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ മോഡിഫൈ ചെയ്യണം, വർക്ക് ചെയ്യണം എന്നൊരു താല്പര്യമൊന്നും ഇല്ല. ഞാൻ ജസ്റ്റ് ഫാമിലി യൂസിനാണ് എടുത്തത്. ഒരു കാർ എന്ന നിലയിൽ ജസ്റ്റ് എടുത്താണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതിനകത്തുള്ള പിന്നെ കുറെ പേര് നമ്മളെ ഇൻസ്പയർ ചെയ്ത് വണ്ടിയുടെ അപ്പൊ പിന്നെ നമ്മൾ ഇതിന്റെ അകത്തേക്ക് തന്നെ ഇറങ്ങി. അപ്പൊ ഗോവിന്ദ് ബ്രോ, അപ്പൊ എവിടുന്നാണ് ഈ ഒരു വണ്ടി ഇന്ന രീതിയിൽ പണിയണം, ഇപ്പൊ ഒന്നില്ല ഈ ഒരു കിറ്റ് കയറണം, അങ്ങനെ ഒരു ഐഡിയ ഒക്കെ എവിടുന്നാ വന്നേ? എന്തായാലും എനിക്ക് എന്റെ വണ്ടി യൂണീക്ക് ആയിട്ട് ഇരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ പുറത്തെ സ്പെക്കുകളെല്ലാം നോക്കി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു കിറ്റ് ഭയങ്കര ഇതാണല്ലോ. പുറത്തെ വണ്ടികൾക്കൊക്കെ ഈ ഒരു ടൈപ്പ് കിറ്റാണ് തന്നെ, സ്പോർട്ടിന് തന്നെ കിറ്റാണിത്. അപ്പൊ അതുകൊണ്ട് അത് ഇൻസ്പയർ ചെയ്ത് വെച്ചതാണ്. അപ്പൊ എവിടുന്ന എടുത്ത കിറ്റൊക്കെ? കിറ്റിനാ എടുത്ത ജാപ്റ്റ്യൂൺസിന്നാണ് ഞാൻ എടുത്തത്. അവരെന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണോ പർച്ചേസ് ചെയ്തത്? ഞാൻ കിറ്റും കോയിലോസും ജാപ്റ്റ്യൂൺസിന്ന് എടുത്തത്. എന്റെ എക്സോസ്റ്റ് മാപ്പ് ഞാൻ ഉൾഫിലാണ് ചെയ്തത്. പക്ഷെ അത് എനിക്ക് റെക്കമെൻഡ് ചെയ്ത ക്യൂ ഫാക്ടറിക്കാരാണ്. ക്യൂ ഫാക്ടറിയാണ് വേറെ ബാക്കി വർക്ക് ചെയ്തത്. ബ്രോ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പ്രൊഫൈലിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? എന്തൊക്കെയാണ് ഫ്രണ്ട് പ്രൊഫൈൽ ചെയ്തിരിക്കുന്നത്? ഞാനിപ്പോ ഫ്രണ്ടില് സ്പോർട്സ് കിറ്റ് വെച്ചിട്ടുണ്ട്, സ്വിഫ്റ്റിന്റെ സ്പോർട്സ് കിറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ആഫ്റ്റർ മാർക്ക് ഹെഡ്ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ RGB ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ റെഡ് ഐയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത്രയാണ് ഫ്രണ്ടിൽ. RGB എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിആറിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് കളേഴ്സിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുപോലെ കിറ്റും ചെയ്തിരിക്കുന്നത് അല്ലേ? ഈ രണ്ട് കാര്യങ്ങൾ ഫ്രണ്ട് പ്രൊഫൈൽ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ബ്രോ, അപ്പൊ സൈഡ് പ്രൊഫൈലിലേക്ക് ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാ? സൈഡിൽ ഞാനിപ്പോ ഡോക്ടർ നാനോയുടെ കോയിലോവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഞാൻ കോയിലോവേഴ്സ് ഇട്ടിട്ട് ഡ്രോപ്പ് ചെയ്തേക്കാണ്. പിന്നെ ആ ഡ്രോപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 17 ഇഞ്ച് വീൽസ്, റേസിന്റെ വീൽസ് ആണ്. അതിന്റെ കൂടെ 205 40 17 ടയർസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇച്ചിയും കൂടെ ഡ്രോപ്പ് നമുക്ക് ഇച്ചിരി കൂടുതൽ ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ആ ഒരു ലോഡ് സ്റ്റൈൽ തന്നെ, ഒരു ലോവറും പോരാഞ്ഞിട്ട് ഞാൻ സൈഡില് ഒരു സ്കേർട്ടും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്
നമ്മുടെ സ്വിഫ്റ്റ് സ്പോർട്ടിന്റെ അത് തന്നെ സ്കേർട്ട് തന്നെയാണ് സെറ്റ് ചെയ്തത്. ഈ ഒരു കോയിൽ ഓവർ ഇട്ട് ഇത്രയും ലോവർ ചെയ്ത് ഇപ്പൊ ഈ ലോ പ്രൊഫൈൽ ടയർ ഒക്കെ ഇട്ടല്ലോ, അപ്പൊ ഇത്രയും വണ്ടി ലോവേഡ് ആണ്. അപ്പൊ അതിന്റെ കുറച്ച് എക്സ്പീരിയൻസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാവോ? ആക്ച്വലി സ്പ്രിങ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കോയിലോസ് ഭയങ്കര കംഫർട്ടാണ് നമുക്ക് തന്നെ. പിന്നെ ഡോക്ടർ നാനോയുടെ കോയിലോസ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വർത്ത് പ്രൈസ് ആണ്. നമുക്കൊരു 50K അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ കോയിലോട് തന്നെയാണ് ഡോക്ടർ നാനോ നമുക്ക് തന്നെ. പിന്നെ കംഫർട്ട് എന്ന് വെച്ചാൽ 50K കംഫർട്ട് എൻ്റെ അത് എന്തായാലും ഉണ്ട്. അതെ, ബാക്കി ഇപ്പം നമ്മൾ യെല്ലോ സ്പീഡ് വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ അത്രയില്ല, പക്ഷേ 50K ഒരു അടിപൊളി കോയിലോട് തന്നെയാണ് നമുക്ക് തന്നെ. പിന്നെ എനിക്കിപ്പോൾ ഫാമിലി യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ 2 പേര്, ബാക്കിൽ മാക്സിമം ഒരാളില്ലാതിരിക്കണായിരിക്കും ഏറ്റവും നല്ലത്. 2 പേരും 3 പേര് മാക്സിമം നമുക്ക് പോവാം. അത്രേ പറ്റുള്ളൂ. കാരണം ഇത് 4 പേർക്ക് കയറാവുന്ന ഒരു കാറാണ്. 3 പേരാണ് പറ്റുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വഴിയാണെങ്കിൽ നമുക്ക് 4 പേരെ കൊണ്ടുപോകാം. ഒരു NH ആണെങ്കിൽ നമുക്ക് ഒരു 4 പേരെ വെച്ച് പോവാം. നല്ല സുഖമാണ് പോവാൻ. അപ്പൊ ഫാമിലി യൂസിന് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ലോവർ ചെയ്ത് നമുക്ക് പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഫാമിലി യൂസിന് വേണ്ടി എടുത്ത വണ്ടിയാണ് വീട്ടുകാരെ പറ്റിച്ച് പഠിത്തോട്ട് നടക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും വീട്ടുകാരെ നിലവിൽ കയറ്റുന്നില്ല. ആക്ച്വലി എന്റെ വീട്ടിൽ അമ്മയുള്ളൂ. ഞങ്ങള് എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പൊ ഡെയിലി യൂസ് വർക്കിന് മുമ്പൊക്കെ കൊണ്ടുപോകുന്ന വണ്ടി ഇതാണ്. അപ്പൊ എനിക്ക് ഡെയിലി യൂസ് ഈ വണ്ടി കംഫർട്ടാണ്. അത് മാത്രം കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇനി ഒരു ബാക്ക് പ്രൊഫൈലിലേക്ക് വന്നാലോ? ബാക്കിൽ ഞാൻ ഇപ്പൊ വലിയ ഇതായിട്ടൊന്നും ഞാൻ മാറ്റിയിട്ടില്ല. ജസ്റ്റ് ബാക്കിൽ ഞാൻ സ്റ്റോക്കാണ്. ഞാൻ ജസ്റ്റ് OEM സ്പോയിലേഴ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആക്രോപ്രോച്ചിന്റെ 2 ടിപ്പ് ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അത്രയും മാത്രമേ ബാക്ക് സൈഡിൽ ഞാൻ ചെയ്തിട്ടുള്ളൂ. വേറെ ഇനി ഞാൻ ബാക്കിറ്റ് വെക്കാന്ന് വെച്ചാൽ വണ്ടി ഇത്ര ലോഡ് ആയ കാരണം ബാക്കിറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ അടി ഇടിക്കും. പിന്നെ ഒട്ടും നമുക്ക് ഡെയിലി യൂസ് പറ്റാണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അത് മാത്രം അവോയ്ഡ് ചെയ്ത്. എന്തൊക്കെ സഹിച്ചാലേ. ഓക്കെ, അപ്പൊ ഈ എക്സോസ്റ്റ് ഏതാ ചെയ്തിരിക്കുന്നത്? എക്സോസ്റ്റ് ഞാൻ ചെയ്തേക്കുന്നത് സൂപ്പർ ബിയുടെ ഫുൾ സിസ്റ്റം ഡീസൽ പെർഫോമൻസ് എക്സോസ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അത് ഹെഡ്രീന്ന് ഡൗൺ പൈപ്പ് ഇട്ട് അടിച്ചു വന്നേക്കണ ഇതാണ്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താ, എങ്ങനെയാണ്? നല്ല എക്സ്പീരിയൻസ് ആണ്. ആക്ച്വലി ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നല്ല പെർഫോമൻസിന് നല്ല ഡിഫറൻസ് എനിക്കുണ്ട്. പിന്നെ നമുക്കൊരു 3K അല്ലെങ്കിൽ 3K RPMത്തിന് മുകളിലാണ് സൗണ്ട് ശരിക്കും പുറത്തേക്ക് വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് സൈലന്റ് ആയിട്ട് ഓടിക്കണമെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് സൈലന്റ് ആയിട്ട് വണ്ടി പൊക്കോളൂ. നമുക്ക് ആ ഒരു സ്റ്റോക്കിന്റെ അത്രയല്ല, എന്നാലും അറൗണ്ട് അതുപോലെ തന്നെ നമുക്ക് ശരിക്കും വാൾട്രോണിക്കിന്റെ ആവശ്യമില്ല. കാല് കൊടുത്ത് ഓടിക്കുകയാണെങ്കിൽ ആ ഒരു മൂഡിൽ തന്നെ പോവാം. അല്ലെങ്കിൽ ഇതായിട്ട് തന്നെ നോർമലായിട്ട്. അപ്പൊ നമുക്കിനി നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ സൈഡിലേക്ക് വന്നാലോ? പെർഫോമൻസ് എന്തൊക്കെയാ നോക്കാം. എഞ്ചിൻ റൂം ഒന്ന് ഓപ്പൺ ചെയ്യണ്ടല്ലോ? തീർച്ചയായും. ഓക്കെ, ഗോവിന്ദ് ബ്രോ, എഞ്ചിൻ സൈഡിലേക്ക് നമ്മൾ എന്തൊക്കെ ചെയ്തിരിക്കുന്നത്? എഞ്ചിൻ സൈഡിൽ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ECU റീമാപ്പാണ് ചെയ്തേക്കുന്നത്. സ്റ്റേജ് 2 മാപ്പ് വിത്ത് പോക്കോ ലിമിറ്റർ ആണ് നമ്മൾ ഇതിൻ്റെ അത് ചെയ്തിരിക്കുന്നത്. ധനൂപിന്റെ വണ്ടി ചെയ്ത അതേ ഇത് തന്നെയാണ്, ലിമിറ്ററാണ് നമ്മൾ ഈ വണ്ടിയിലും ചെയ്തിരിക്കുന്നത്. പിന്നെ റീപ്ലേസ്മെന്റ് ഫിൽറ്റേഴ്സ് വെച്ചിട്ടുണ്ട്. ഞാൻ BMC റീപ്ലേസ്മെന്റ് ആയിട്ട് ഫിൽറ്റേഴ്സ് വെച്ചിട്ടുണ്ട്. അതാണ് എഞ്ചിൻ സൈഡിൽ മെയിൻ ആയിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്. ട്യൂൺ ചെയ്യുന്നതിന് മുന്നേയും അത് ട്യൂൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവോ? എന്തൊക്കെ മാറ്റങ്ങൾ അനുഭവപ്പെട്ടു? നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒന്ന് പറയാമോ? ട്യൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് വണ്ടി ഇച്ചും കൂടെ വിട്ട്, അതായത് നമുക്ക് കുറച്ചും കൂടെ തന്ന പോലെ എനിക്ക് തോന്നി. അതായത് വിട്ടടിച്ച് നമുക്ക് കയറി പോവാം, അല്ലെങ്കിൽ വണ്ടി കുറച്ചും കൂടെ ഫ്രീ ആയി എനിക്ക് മാപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് വണ്ടി. അതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ഒരു സ്റ്റോക്ക് ഇത് ഓടിക്കും. മാപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു ഡിലേ ഇല്ല, നമ്മൾ വിചാരിച്ച അപ്പം കയറി പോവാ. ആ ഒരു ഇതാണ് പട്ടപ്പട്ടയെന്നായിരിക്കും നമുക്ക് റെസ്പോൺസ് തന്നെ വണ്ടി. എന്തായിരുന്നു വണ്ടി നമുക്ക് ട്യൂൺ ചെയ്യണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? നമ്മൾ എന്തായാലും ഇത്രയും വണ്ടി ചെയ്തു. പിന്നെ ഒരു പെർഫോമൻസ് സൈഡാണ് മെയിനായിട്ട് ഞാൻ ഇതിൻ്റെ അത് നോക്കുന്നത്, എഞ്ചിൻ ഇതാണെങ്കിലും. അപ്പോൾ പെർഫോമൻസ് എനിക്ക് ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയ കാരണം ഞാൻ ക്യൂ ഫാക്ടറിയായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അതും എനിക്ക് റെക്കമെൻഡ് ചെയ്തതാണ് വുൾഫിൽ ചെന്നു. ആദ്യം അവർ എനിക്കൊരു മാപ്പ് ഇട്ട് തന്നു. എന്നിട്ട് ശ്രീകാന്തേട്ടൻ പറഞ്ഞ് ഓടിച്ചു നോക്ക്, എന്നിട്ട് അതായിട്ട് സെറ്റായിട്ട് വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്ന് ഇട്ട മാപ്പാണ് സ്റ്റേജ് 2 ഇട്ടു. അത് ചുമ്മാ അടിപൊളി മാപ്പാണ്. അടിപൊളി മാപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളി മാപ്പാണിത്. എനിക്ക് എന്താ പറയുക, വണ്ടി പെട്ടെന്ന് ഞാനായിട്ട് ഇണങ്ങുകയും ചെയ്തു. എനിക്കിപ്പോൾ
സെക്കൻഡിൽ വണ്ടി നമുക്ക് തന്നെ ഒരു ഇതുണ്ട്, ഫീഡ്ബാക്ക് ഉണ്ട്. സെക്കൻഡ് ഗിയർ എനിക്ക് പറഞ്ഞ് എങ്ങനെ ഇത് ചെയ്യണമെന്ന് അറിയില്ല, ജസ്റ്റ് കയറി കഴിയുമ്പോൾ ഫീൽ ചെയ്യാം നമുക്ക്. പലരും ട്യൂൺ ചെയ്ത് കഴിഞ്ഞ് മൈലേജിലൊക്കെ അതുപോലെ ഇതുപോലെ എക്സോസ്റ്റ് അടിച്ച് ചെയ്യുമ്പോഴൊക്കെ മൈലേജിൽ ചെറിയ ഡ്രോപ്പ് വരുന്ന കാര്യം പറഞ്ഞ്. അപ്പോൾ എങ്ങനെയാ ഗോവിന്ദ്രോയുടെ എക്സ്പീരിയൻസ് എങ്ങനെയാ? എന്റെ എക്സ്പീരിയൻസ് വെച്ചാൽ എനിക്ക് ഇതുവരെയായിട്ട് അത് ഫീൽ ചെയ്തല്ല. എനിക്കിപ്പോ എങ്ങനെ ഇത് ചെയ്താലും എനിക്കൊരു 20-22 കിട്ടുന്നുണ്ട് മൈലേജ്. 20-22 കിട്ടുന്നുണ്ട് മൈലേജ് കിട്ടുന്നുണ്ട് എനിക്ക്. ഞാൻ പൊളിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 20 ആവും. അല്ല ഞാൻ ഒരു കീപ്പ് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 22 ആവറേജ് മൈലേജ് എനിക്ക് ഇതിന്റെ അകത്ത് കിട്ടുന്നുണ്ട്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ എക്സോസ്റ്റും മാപ്പും വെച്ച്. ട്യൂണിങ്ങിന് മുമ്പ് എത്ര ഉണ്ടായിരുന്നു മൈലേജ്? ട്യൂണിങ്ങിന് മുമ്പ് എനിക്ക് ഒരു 18-20 ആ റേഞ്ചാണ് കിട്ടിക്കൊണ്ടിരുന്നത്. മാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇച്ചിരി കൂടെ മൈലേജ് കൂടുതൽ കിട്ടിയത്. എല്ലാരും ഇത് ചെയ്ത് സ്റ്റേജ് 2 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാപ്പിന് അല്ല മൈലേജിന് നല്ല ഷോർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് നല്ല മൈലേജ് തന്നെ വണ്ടി ഇപ്പോഴും തരുന്നുണ്ട്. എനിക്ക് കൂടിയതായിട്ടാണ് റീമാപ്പും ചെയ്തു, അതുപോലെ എക്സോസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും എനിക്ക് മൈലേജ് ഷോർട്ട് ഒന്നും തോന്നിയില്ല. 2 കിലോമീറ്റർ കൂടുതൽ കിട്ടിയിട്ടുള്ളൂ എനിക്ക്. ഓക്കെ, അപ്പോ മാപ്പ് ചെയ്തതൊക്കെ ഫുൾ ആയിട്ട് സാറ്റിസ്ഫൈഡ് ആണ്? മാപ്പ് ചെയ്തതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള മാപ്പാണത്. അതിൻ്റെ അകത്ത് എനിക്ക് എപ്പോഴും താങ്ക്സ് എനിക്ക് അർജുനോടും വുൾഫിന്റെ ടീമിനോടുമാണ്. ഓക്കെ, നമുക്കിത് ക്ലോസ് ചെയ്ത് നമുക്ക് ഇന്റീരിയറിൽ കയറിയാലോ? ഓക്കെ, ഇനി ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്? ഇന്റീരിയർ മെയിൻ ആയിട്ട് ഞാൻ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ചേഞ്ച് ചെയ്ത് ഒരു ഡിസ്പ്ലേ സെറ്റപ്പ് ആക്കിയുണ്ട്. പിന്നെ ഗിയർ നോബ്സ് മാറ്റിയുണ്ട്. ഇത്രയൊക്കെ തന്നെയാണ് ഇന്റീരിയർ. വലിയ കാര്യമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. നമ്മള് പുറത്തുനിന്നുള്ള ഒരു ലുക്കാണ് മെയിൻ ആയിട്ട് നോക്കി, പെർഫോമൻസും ലുക്സും ആണ് ഞാൻ മെയിൻ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, പിന്നെ മെയിൻ ഒരു ഫാമിലി കാർ ആണല്ലോ അല്ലേ? ഫാമിലി കാറാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്താലോ? പിന്നെ തീർച്ചയായിട്ടും. ഇതിപ്പോ നമ്മുടെ നോർമൽ ഒരു കാർ പോകുന്ന ആ ഒരു സൗണ്ട് തന്നെ ഉള്ളൂ അല്ലേ? ഇതിപ്പോ ഈ നോർമൽ ഒരു കാറിന്റെ സൗണ്ട്, ഡീസൽ കാറിന്റെ സൗണ്ട് ആണ് ഇതിപ്പോ. ഇത്രേ ഉള്ളൂ. ഇനി ആ എക്സോസ്റ്റിന്റെ ആ ഒരു സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. നല്ലൊരു സ്വീറ്റ് വോയിസ് ആണ്. നല്ലൊരു നമുക്ക് കേൾക്കാൻ ഒരു സുഖമുള്ള വോയിസ് അതിന്റെ അത്. നമ്മൾ ഡീസലിലാണല്ലോ ഇത്രയും നല്ലൊരു എക്സോസ്റ്റ് നോട്ട് കുറവാന്ന് തോന്നുന്നു. അതെ അതെ, വലിയ ഒരു എന്താ പറയാ ഓവറായിട്ടുള്ള മുഴക്കോ കാര്യങ്ങളൊന്നുമില്ല. സൈലന്റ് ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗണ്ട് ആണ്. ഇപ്പൊ നമുക്ക് ഈ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ടാലോ? ഇതിപ്പോ ഒരു നോർമൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ബാസ് മാത്രം. അപ്പൊ ആ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾപ്പിക്കാവോ? ഓക്കെ. സോ ഗോവിന്ദ്രോ, അപ്പോൾ ഇത്രയും നമുക്ക് വണ്ടിയെ കൊണ്ട് തന്ന് ഈ വണ്ടിയുടെ കാര്യങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന് നമ്മൾ ഇത്രയും സഹായത്തിന് ഒരുപാട് താങ്ക് യു ഉണ്ട്. ഓക്കെ, താങ്ക്സ് ബ്രോ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വരണം. സോ ഗൈസ്, ഇനിയും പുതിയ വീഡിയോയും വാഹനങ്ങൾ കാണുന്നവരെ ബൈ.